വെറുതെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇത്തിരി ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഇതെന്താ ഇങ്ങനെ ഉപ്പും മുളകൊന്നും ഇല്ലാതെ, നീ അടുത്ത വീട്ടിലെ ആ ജിഷയെ കണ്ട് പഠിക്ക്, ഞാൻ അടുത്തൊരു ദിവസം അവിടെ നിന്ന് കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ എന്തായിരിക്കും അത് കേൾക്കുന്ന ഭാര്യയുടെ മനോഭാവം? ഇനി ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് എന്താണ് കാര്യം വയറും വീർത്തുകൊണ്ട് ഇങ്ങനെ അടുത്ത വീട്ടിലെ ആ ബാബുവിനെ കണ്ട് പഠിക്ക്, എന്ത് സ്മാർട്ടാണ് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ പോണത് കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കാൻ തോന്നും എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ എന്തായിരിക്കും അത് കേൾക്കുന്ന ഭർത്താവിൻ്റെ മനോഭാവം? ചിലരങ്ങ് പൊട്ടിത്തെറിക്കും. എന്നാൽ പ്രതികരിക്കാൻ പോലും അനുവാദമില്ലാത്ത നമ്മുടെ മക്കളെ ഇതേ മാതാപിതാക്കൾ അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിലൊപ്പം പഠിക്കുന്ന കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞ മാതാപിതാക്കളുണ്ടായ അമർഷവും കുറ്റബോധവും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത്. നീ ഇങ്ങനെ നടന്നോ, അടുത്ത വീട്ടിൽ രാമുവിനെ അല്ലെങ്കിൽ രമയെ നോക്ക്, എന്ത് സ്മാർട്ടാണ്, പഠിക്കാനും പാട്ട് പാടാനൊക്കെ എന്ത് സ്മാർട്ടാണ്, എല്ലാത്തിനും അവർക്ക് A+ ആണ്, നീ അവനെ കണ്ടു പഠിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടു പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവരെ പോലെ പ്രതികരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ അതങ്ങനെ കിടന്ന് വിങ്ങും. അവസാനം എല്ലാം കൂടി അങ്ങ് പൊട്ടിത്തെറിക്കും. പറഞ്ഞു വരുന്നത് ഇതാണ്: ഒരിക്കലും മക്കളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഓരോരുത്തരും ഓരോരുത്തരാണ്. ഐ ആം യുണീക്ക് ആൻഡ് യു ആർ ഓൾസോ യുണീക്ക്. അവരവരായിട്ട് വളരട്ടെ.